ദുരന്ത സാധ്യതാ നിരീക്ഷണവും കാലാവസ്ഥാ വിവരശേഖരണവും ശക്തമാക്കാൻ വേണ്ടി സംസ്ഥാനത്ത് 51 വെതർ സ്റ്റേഷനുകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലാണ് കാലാവസ്ഥാ മാപിനികൾ സ്ഥാപിച്ചിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും IIT റോപ്പറും സംയുക്തമായിട്ടാണ് പദ്ധതി നടപ്പാക്കിയത്. മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ ഈ പദ്ധതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്നുള്ളതാണ് പ്രതീക്ഷ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലാണ് പ്രധാനമായും കാലാവസ്ഥാ മാപിനികൾ സ്ഥാപിച്ചിട്ടുള്ളത്. ദുരന്ത സാധ്യത കൂടിയ പ്രദേശങ്ങൾ, നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ കുറവുള്ള മേഖലകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. IIT റോപ്പറിലെ കൃഷി അനുബന്ധ സെന്റർ ഫോർ എക്സലൻസ് ഇൻ AI നേതൃത്വത്തിലാണ് സാങ്കേതിക വിദ്യ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 150 ഓട്ടോമാറ്റിക് കാലാവസ്ഥാ മഴ മാപിനികൾ സംസ്ഥാനത്തുണ്ട്. ഇതിനു പുറമെ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ വിൻസ് പദ്ധതിയുടെ ഭാഗമായി വെതർ സ്റ്റേഷനുകളുടെ വലിയൊരു ശൃംഖല തന്നെ സംസ്ഥാനത്ത് സജ്ജമായി വരുന്നുണ്ട്. നിലവിൽ ദുരന്തത്തെ മുൻകൂട്ടി കണ്ട് അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ വെതർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക വഴി പ്രധാനമായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ സവിശേഷതകളും പ്രയോജനങ്ങളും കൂടിയൊന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് കൂടിയുണ്ട്. മഴ, കാറ്റിൻ്റെ വേഗം, ദിശ, താപനില, അന്തരീക്ഷ ഈർപ്പം എന്നിവ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇതിലൂടെ തത്സമയം ലഭിക്കും. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഡേറ്റ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുമായി ബന്ധിപ്പിക്കുന്നത് വഴി പ്രാദേശിക തലത്തിൽ വേഗത്തിൽ മുന്നറിയിപ്പുകൾ നൽകാനാകും. മാത്രമല്ല, ശേഖരിക്കുന്ന വിവരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകൾക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനും തത്സമയം ലഭിക്കുകയും ചെയ്യും. സ്കൂളുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വെതർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഡേറ്റ കുട്ടികൾക്ക് ഭൂമിശാസ്ത്ര കാലാവസ്ഥാ പഠനത്തിനും ഗവേഷണങ്ങൾക്കും ഉപയോഗിക്കാനാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. ഏതായാലും ദുരന്തത്തെ മുൻകൂട്ടി കണ്ട് അത് തടയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പുതിയ സംവിധാനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടപ്പിലാക്കുന്നത്. PV രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.